ഹലോ മക്കളെ, അഖിൽ നവസ് ആണ്. അപ്പോൾ നമ്മുടെ ഓണം എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ? എല്ലാവരും അതിൻ്റെ ഓട്ടത്തിലായിരിക്കും. ചില മക്കളൊക്കെ ടെൻഷനിലായിരിക്കും. അതായത് പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ഓണം എക്സാമിനുള്ളതുകൊണ്ട് തന്നെ പഠിച്ച് തീർക്കാൻ പറ്റുമോ, കോൺസെപ്റ്റ്സ് എല്ലാം ക്ലിയർ ആക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള ടെൻഷനിലായിരിക്കും പലരും. അപ്പോൾ ഈ എക്സാം ആങ്സൈറ്റിയും ടെൻഷനും ഒക്കെ എങ്ങനെ മറികടക്കാം? ഈ എക്സാം സമയത്ത് മക്കൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കൃത്യമായ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ എക്സാംസിൻ്റെ ഇടയിലൊന്നും ഗ്യാപ്പ് ഇല്ല, നമുക്ക് അടുപ്പിച്ചടുപ്പിച്ചാണ് എക്സാം വരുന്നത്. അപ്പോൾ ആ കുറച്ച് സമയം കൊണ്ട് തന്നെ എങ്ങനെ ഇത്രയും ചാപ്റ്റേഴ്സ് കവർ ചെയ്യാം, ആ രീതിക്കുള്ളൊരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ സെറ്റ് ചെയ്യണം. എന്നിട്ട് അതനുസരിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏത് സമയമാണോ ഏറ്റവും നന്നായിട്ട് പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുക, ചിലർ പറയും രാവിലെ പഠിച്ചാലാണ് നല്ലത്, ചിലർ പറയും രാത്രി പഠിച്ചാലാണ് നല്ലത്. പക്ഷെ അത് ഓരോരുത്തരുടെയും പോലെയാണ്. നിങ്ങൾക്ക് ഏത് സമയത്താണോ ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റുക, ആ സമയം നിങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ആ സമയത്തേക്ക് പഠിക്കുന്ന രീതിക്കുള്ളൊരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് അതനുസരിച്ച് ഫോളോ ചെയ്ത് പോവാം. പിന്നെ ചില കുട്ടികൾ ചെയ്യുന്നതാണ് ഫുൾ ടൈം ഇരുന്ന് പഠിക്കുക. സ്റ്റഡി ലീവ് അല്ലെങ്കിൽ ആ ഒരു പഠിക്കുന്ന സമയത്ത് ഫുൾ ടൈം ഇരുന്ന് പഠിക്കുക എന്നുള്ളത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ഫുൾ ടൈം പഠിക്കാതെ ഇപ്പോൾ നിങ്ങൾ 1 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ അതിനൊരു 10-15 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുക്കുക. ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് പഠിക്കുന്ന കാര്യങ്ങളായിട്ടൊന്നും ബന്ധമില്ലാതെ അല്ലെങ്കിൽ അതൊന്നും ചിന്തിക്കാതെ നിങ്ങൾ റിലാക്സ് ആവുക. നിങ്ങൾക്ക് എന്താണോ സന്തോഷം തരുന്നത്, ചിലർക്ക് കുക്കിംഗ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് മ്യൂസിക് കേൾക്കാനായിരിക്കും, ഇനി അതല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം. മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോൺസെൻട്രേഷൻ പവറൊക്കെ നല്ലോണം കൂടും. അപ്പോൾ നിങ്ങളുടെ ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്താണോ സന്തോഷം തരുന്നത് ആ കാര്യങ്ങൾ മാത്രം ആ ഒരു 10-15 മിനിറ്റിൽ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ചിലർക്ക് ഫാമിലീൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിരിക്കും, കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ബ്രേക്ക് എടുക്കുക. കൃത്യമായിട്ട് ഇൻ്റർവെല്ലിൽ നിങ്ങൾ ബ്രേക്ക് എടുക്കുക. മുഴുവൻ ടൈം ഇരുന്ന് പഠിക്കാതെ നിങ്ങൾ ബ്രേക്ക് എടുത്ത് പഠിക്കുക. പിന്നെ ചില കുട്ടികൾ ചെയ്യുന്നതാണ് ഉറങ്ങാതെ ഇരുന്ന് പഠിക്കുക എന്നുള്ളത്. ഉറക്കം മൊത്തം കളഞ്ഞിട്ട് നിങ്ങൾ ആ സമയത്തൊക്കെ ഇരുന്ന് പഠിക്കുക എന്നുള്ളത് അതൊരിക്കലും ചെയ്യരുത്. കൃത്യമായിട്ടൊരു 6 മണിക്കൂറെങ്കിലും മിനിമം ഉറക്കം കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാം ഹാളിലായിരിക്കും അതിന് പ്രശ്നം വരിക. കാരണം ബ്രെയിനെ നിങ്ങൾ ഓവർ പണിയെടുപ്പിക്കുന്നതുകൊണ്ട് തന്നെ എക്സാം ഹാളിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ലാതെയാവും, ബ്രെയിൻ ആകെ കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ കൃത്യമായിട്ട് ഉറങ്ങിയിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പഠിക്കാനിരിക്കുന്ന സ്ഥലം. നമ്മൾ പഠിക്കാനിരിക്കുന്ന സ്ഥലം നല്ല നീറ്റായിട്ട് തന്നെ നിങ്ങൾ സൂക്ഷിക്കണം. ബുക്സ് ഒന്നും വാരി വലിച്ചിടാതെ, പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് തന്നെ വെക്കുക. അപ്പോൾ തന്നെ നമുക്ക് പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് കൂടും. അപ്പോൾ പഠിക്കാനിരിക്കുന്ന സ്ഥലം ഏറ്റവും വൃത്തിയായിട്ട് തന്നെ, പഠിക്കാൻ പോകുന്നതിന് മുന്നേ ഏറ്റവും വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ സൂക്ഷിക്കുക. പിന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ റിസൾട്ടിൽ ഓവർ ഫോക്കസ്ഡ് ആകരുത്. അതായത് A+ കിട്ടുമോ, ഫുൾ മാർക്ക് കിട്ടുമോ, റിസൾട്ട് എന്താകും, ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കുകയോ ചെയ്യരുത്. നിങ്ങൾ എക്സാം നന്നായിട്ട് എഴുതണം എന്നുള്ള മൈൻഡോട് കൂടി തന്നെ നിങ്ങൾ പഠിക്കുക. ചെയ്യുന്ന കാര്യം നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് റിസൾട്ടൊക്കെ താനേ വന്നോളും. റിസൾട്ടിൽ ഓവർ ഫോക്കസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെൻഷൻ കൂടുകയാണ് ചെയ്യുക. അപ്പോൾ റിസൾട്ടിൽ ആരും ഓവർ ഫോക്കസ്ഡ് ആകരുത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെ മക്കൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യം കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും തന്നുകൊണ്ട് സൈലം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. എക്സാമിൻ്റെ തലേ ദിവസം നമുക്ക് മാരത്തോൺ ഉണ്ട്. ഈ മാരത്തോണിൽ നിങ്ങളുടെ എക്സാമിനുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ അടിപൊളിയായിട്ട് റിവൈസ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അതുപോലെ തന്നെ രാവിലെ നിങ്ങൾക്ക് മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടായിരിക്കും. അതായത് നിങ്ങളുടെ എക്സാമിന് പോകുന്നത് വരെ, നിങ്ങളുടെ എക്സാം ഗേറ്റ് വരെ സൈലം എല്ലാ സപ്പോർട്ടും തന്നുകൊണ്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവരും കൂളായിട്ടും കാമായിട്ടും തന്നെ ഓണം എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.